പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങൾ കാലങ്ങളായി ലീഗിന്റെ ശക്തിക്കോട്ട. ലീഗിന്റെ ചിഹ്നം പോലെ തന്നെ ഏണിയിൽ അങ്ങനെ കയറി വിജയിച്ചു വരുന്ന ഇടം. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ലീഗിനുള്ളിൽ കാര്യമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ സിറ്റിംഗ് എംപിമാരെ അതത് ഇടങ്ങളിൽ മത്സരിപ്പിച്ചാൽ കാര്യമായ രീതിയിൽ വിജയിച്ചു വരുവാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാകണം പൊന്നാനിയിലെ ഇ.ടി. മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്തെ എം പി ആയ അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും മത്സരിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലീഗിന് തലവേദന ഇരട്ടിയായിരിക്കുകയാണ്. പൊന്നാനിയിൽ KS ഹംസ LDF സ്ഥാനാർത്ഥിയായി സമസ്തയുടെ പിൻബലത്തോടുകൂടി മത്സരിക്കുവാൻ വരുന്നു എന്നൊരു വാർത്ത തന്നെ ലീഗിനെ കാര്യമായി ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഒരു തലവേദന കൂടിയായി മാറിയിരിക്കുകയാണ്. അത് 24 തെരഞ്ഞെടുപ്പിൽ ലീഗിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. നിലവിൽ പൊന്നാനിയിലെയും മലപ്പുറത്തെയും ലോക്സഭാ മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് പോര് നടക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പ് പോര് കാര്യമായ തലവേദനയാണ് ലീഗിന് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങുവാനോ UDF കൺവെൻഷനുകൾ നടത്തുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതിനുള്ള ഗ്രൂപ്പ് പോര് ബാധിച്ചിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഈ പടലപ്പിണക്കവും ഗ്രൂപ്പ് പോരും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് കോൺഗ്രസിനെ സമീപിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണ പരിപാടികളിൽ ഇടതുപക്ഷം ഒരുപിടി മുൻപിലുമാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ കോട്ടയാണ് പൊന്നാനി, മലപ്പുറം എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ പിൻബലം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് ലീഗിനെയും കാര്യമായി തന്നെ ബാധിക്കുമെന്ന ഭയവും കാര്യമായി തന്നെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ചോദിക്കുന്ന ഗ്രൂപ്പ് പോരിനോടുള്ള പ്രതികരണം നൽകാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ലീഗ് നിലവിൽ ചെയ്യുന്ന തന്ത്രപരമായ നീക്കം. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിഭാഗവും DCC പ്രസിഡന്റായ VS ജോയിയുടെ ഔദ്യോഗിക വിഭാഗവും തമ്മിലാണ് തർക്കം രൂക്ഷമായി നിൽക്കുന്നത്. ഇരുകൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത വലിയൊരു പ്രതിസന്ധി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്നത് ലീഗിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. മംഗലം, വെട്ടം, മേലാറ്റൂർ, എടപ്പറ്റ, കീഴാറ്റൂർ, അങ്ങാടിപ്പുറം, തിരൂരങ്ങാടി, പരപ്പരങ്ങാടി എന്നിവിടങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷമായുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കന്മാർ VD സതീഷിനെയും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ MMS നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. ഇരു ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും പ്രയത്നം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ടരെ ചേർത്ത് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മറുവശത്തുള്ളവർ നിസ്സഹകരണം കാണിച്ച് മടങ്ങി പോവുകയാണ് ചെയ്യാറ്. ഇത് പ്രാദേശിക തലത്തിൽ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ്. നിരവധി പ്രതികൂല സാഹചര്യങ്ങളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേരിടുവാൻ പോകുന്നത്. അപ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ഗ്രൂപ്പ് വഴക്കം. അത് വല്ലാത്ത ഒരു തലവേദന കൂടി നൽകിയിരിക്കുകയാണ് ലീഗിന്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രശ്നം പരിഹരിച്ചെങ്കിൽ മാത്രമേ സുഗമമായ രീതിയിൽ പ്രചരണ പരിപാടികൾ നടത്തുവാൻ ലീഗിന് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭൂരിപക്ഷത്തെയോ ഒരുപക്ഷെ തോൽവിയിലേക്ക് വരെ ലീഗിനെ കൊണ്ടുചെന്നെത്തിക്കുവാൻ കാരണമാകും.